നമ്മുടെ കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സ്വർഗ്ഗമാണോ ഭൂമിയാണോ ഇതെന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി, കേരളത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ട്രെക്കിംഗ് പോയിന്റ് മീശപ്പുലിമല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ കഥകളും മീശപ്പുലിമലയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ വായോ എൻ്റെ മീശപ്പുലിമല യാത്രയുടെ കുറച്ച് വിശേഷങ്ങളും കഥകളും ഒക്കെ കാണാം. ലെറ്റ്സ് ട്രെക്ക് ടുഗദർ മീശപ്പുലിമല ദിസ് ടൈം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ആനവണ്ടി പിടിച്ച് പോകുന്നത് മൂന്നാറിലോട്ടാണ് കേട്ടോ. മൂന്നാറിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, എല്ലാവരും ഒരിക്കലെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മുടെ ഈ യാത്ര. എല്ലാവർക്കും അറിയാം, അതൊരു വൺ ഡേ ട്രെക്കാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്, ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പീക്കാണ്. അപ്പം ഞാൻ ദേ കൊച്ചിയിൽ നിന്ന് രാവിലത്തെ ബസ് പിടിച്ച് മൂന്നാറിലേക്ക് പോന്നു. അപ്പോൾ അതേ മോർണിംഗ് മൂന്നാറിൽ എത്തുന്ന ഒരു ടൈമിലത്തെ വെതറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വെതർ കിട്ടും കേട്ടോ. അപ്പോൾ മൂന്നാർ എത്തിയതിന് ശേഷം അവിടുന്ന് ഞാൻ ഹൈക്കർ ഇന്ത്യയുടെ കൂടെയായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരവിടെ ജീപ്പും ഫെസിലിറ്റീസും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ മുന്നോട്ട് പോകണം നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടി. സോ അപ്പോൾ നിങ്ങൾ മീശപ്പുലിമല വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൂന്നാറിലെത്തുക. മൂന്നാറിൽ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട്, 30 കിലോമീറ്റർ നിങ്ങൾക്ക് ജീപ്പിലാണ് പോകേണ്ടി വരിക. ഓൺ വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ മൂന്നാറിൽ നിന്ന് ജീപ്പ് എടുത്താലും ഇവിടുന്ന് ജീപ്പ് എടുത്താലും നിങ്ങൾ സെയിം എമൗണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. ഏകദേശം 4000 രൂപ അടുപ്പിച്ച് 3500-4000 രൂപയാണ് ജീപ്പിൻ്റെ കോസ്റ്റ് വരുന്നത്. 6 പേരെയാണ് അവർ അലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കയറിയാലും 6 പേരുണ്ടെങ്കിൽ നിങ്ങൾ അതേ പേയ്മെൻറ്റ് കൊടുക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ടീമിനെ ജോയിൻ ചെയ്ത്, നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഏകദേശം 30 കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഈ കാണുന്ന ബേസ് ക്യാമ്പിലെത്തും. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസ് ക്യാമ്പാണ്. ഇവിടെയാണ് ക്യാമ്പ്സ് ഒക്കെ എല്ലാവരും ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുത്തിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ കോസ്റ്റ് പെർ പേഴ്സൺ അല്ലെങ്കിൽ പെർ ടെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതല്ല നിങ്ങൾ ഇപ്പോൾ പാക്കേജ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഞാൻ ഹൈക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടീമിനെ ജോയിൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ പാക്കേജ് കോസ്റ്റിൽ ഇൻഡിവിജ്വലായിട്ട് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അറൗണ്ട് ഒരു 3.5 to 3.8K ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. 3800 രൂപയായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് പാക്കേജിന്റെ കോസ്റ്റ്. അപ്പോൾ ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഗുഡാണ്. പിന്നെ വളരെ നല്ല രീതിയിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ബേസിക്കലി ഈ താഴെ കാണുന്ന ക്യാമ്പ് സൈറ്റിൽ ടെന്റ് മാത്രമാണ് ഉള്ളത്. അതല്ല, നിങ്ങൾക്ക് ടെന്റ് സ്റ്റേ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റോഡോ മെൻഷൻ ഉണ്ട് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട്. നമ്മൾ ഇവിടുന്ന് ജീപ്പിൽ ഒരു 6 കിലോമീറ്റർ പോകുന്ന ഭാഗത്ത് റോഡോ മെൻഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മീശപ്പുലിമല ബേസ് ക്യാമ്പിലാണ്. ഹൈക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, നമ്മൾ മൂന്നാർ ടൗണിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് വേണം ബേസ് ക്യാമ്പ് വരെ എത്താൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് 30 കിലോമീറ്ററാണ് നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കോസ്റ്റായിട്ട് വരും. ഏകദേശം ഒരു 4500 രൂപയോളം നിങ്ങൾക്ക് കോസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീമിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മീശപ്പുലിമലയിൽ ഇപ്പോൾ കറൻ്റിലി അത്യാവശ്യം നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ഹൈക്കർ ഇന്ത്യയാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന സ്വർഗ്ഗത്തിലെത്താൻ പറ്റും. ഇതാണ് ഇവരുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ നാളെ രാവിലെയാണ് ട്രക്ക് പോകുന്നത്. ഏകദേശം 7 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് മീശപ്പുലിമല എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഹയസ്റ്റ് പീക്കാണ് മീശപ്പുലിമല. ഏകദേശം നമ്മൾ 7 മലകൾ കയറി ഇറങ്ങിയിട്ടാണ് മീശപ്പുലിമല എത്തുന്നത്. സോ നാളെ നമ്മൾ പോവും. ഹോപ്പ്ഫുള്ളി ഇപ്പം ക്ലൈമറ്റും വെതറും ഒക്കെ നല്ലതാണ്. നന്നായിട്ടുള്ള ഒരു ഫോഗും തണുപ്പും പച്ചപ്പും ഒക്കെ ഉണ്ട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. സോ ലെറ്റ്സ് ട്രെക്ക് ടുഗദർ ദിസ് ടൈം മീശപ്പുലിമല. ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ, അതായത് KFDCയുടെ ത്രൂ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോട്ട് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ സോളോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാമ്പ് ജോയിൻ ചെയ്ത് വരുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും. സോ ഓൾവേസ് ഇപ്പം നിങ്ങൾക്ക് ഒരു 7 പേരെങ്കിലും മിനിമം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീമിനെ ജോയിൻ ചെയ്യുന്നത്
പോകുന്നതായിരിക്കും ബെറ്റർ. അതർവൈസ് ഇഫ് യു ഹാവ് എ 10 people or something, you can directly come here, directly book through their website, and you will get a jeep from Munnar town to here. ഒരു 4.5K റേഞ്ചിൽ നിങ്ങൾക്ക് ജീപ്പ് കിട്ടും. യു ക്യാൻ കം ആൻഡ് യു ക്യാൻ ഡു ദ ട്രെക്ക് ടുഗദർ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് 7 people or something. So yeah. ഇനി കുറച്ച് ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. വളരെ നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്ക് ചെറുതായിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള ഒരു ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സായിട്ട് വരികയെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റ് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇവർ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ KFDCനോട് ഒരു ഹ്യൂജ് താങ്ക് യു പറയണം. വളരെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു മൊത്തത്തിൽ. ആൻഡ് വളരെയധികം കോടയും മഞ്ഞും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് മോർണിംഗ് നമുക്ക് ഓഫ് റോഡ് ജീപ്പ് പിടിച്ചിട്ട് വേണം നമുക്ക് മീശപ്പുലിമലയുടെ മുകളിലോട്ട് എത്താൻ വേണ്ടി, അതായത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡോ മെൻഷൻ വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം ബുക്ക് ചെയ്തിട്ടുള്ള ജീപ്പിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ടീമിൻ്റെ കൂടെ ആയതുകൊണ്ട് അവർ ബേസിക്കലി എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പോൾ രാവിലെ ഒരു 5 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ജീപ്പിൽ നമ്മളൊരു 6 kilometer മൂവ് ചെയ്തിട്ട് റോഡോ മെൻഷൻ വരെ എത്തണം. അവിടെ നിന്നാണ് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രകാശമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ തണുപ്പും കോടയും ഒക്കെ ഇവിടുന്ന് തന്നെ നിങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങും. സോ യാ മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റോഡോ മെൻഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് ജീപ്പിലൊരു 7 kilometer വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡോ മെൻഷനിലെത്തും. അപ്പോൾ ഈ റോഡോ മെൻഷനിൽ നിന്നാണ് നമ്മൾ ഒഫീഷ്യലി ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ യാ, ഇതാണ് റോഡോ മെൻഷൻ. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ എടുക്കാൻ പറ്റും. താഴത്തെ ടെൻറ്റിനെക്കാട്ടിലും ഇവിടുത്തെ സ്റ്റേക്ക് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. സോ യാ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ ഒരു 7 kilometer ആണ് ട്രക്ക് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഇറ്റ്. അപ്പോൾ നമ്മൾ റോഡോ മെൻഷൻ്റെ അവിടെ നിന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 500 meter മുന്നേക്ക് നടന്നാൽ തന്നെ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ ഫസ്റ്റ് സൺറൈസ് പോയിന്റിലേക്കാണ്. ആൻഡ് യു ക്യാൻ സീ ദ ബ്യൂട്ടി ഹിയർ. യെസ്, നല്ല ക്ലൗഡ് ബർഡ് കിട്ടുന്നു. നമ്മളിത് ഈ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്, സൺറൈസ് പോയിന്റിൽ. ഏകദേശം ഒരു 500 meter നമ്മൾ താഴ്ന്ന് കയറിയാൽ മതിയാവും. ആൻഡ് ഇവിടെ തന്നെ അതേ ക്ലൗഡ് ബർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ക്ലൗഡ് അടിച്ചിടക്കാണ്. പിന്നീട് സൺറൈസിനുള്ള സമയം ആവുന്നേ ഉള്ളൂ. നമുക്കൊന്ന് മുകളിലൂടെ പോയി നോക്കാം. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ വ്യൂ. അപ്പോൾ റോഡോ മെൻഷൻ എന്ന് നടന്നു തുടങ്ങിയാൽ ഏകദേശം ഒരു 500 meter കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ മല കയറി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും. എനിക്ക് തോന്നുന്നു സൺറൈസ് പോയിന്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പോയിന്റ് ഇതാണ്. ഇവിടെയാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്നത്. സൺറൈസ് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് വരയാടുകൾ. അപ്പോൾ മീശപ്പുലിമലയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്യൂട്ടി കൂട്ടുന്നത് ഈ വരയാടുകൾ തന്നെയാണ്. നമുക്കെന്തോ ഭാഗ്യം കൊണ്ട് ഇത്രയും അടുത്ത് കാണാൻ പറ്റി. യൂഷ്വലി ഇതുപോലെ തന്നെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം നിങ്ങൾ കണ്ട മനസ്സിലാവും നല്ല പോലെ മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റി. അതും വളരെ എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു. ദിസ് ഫീൽസ് ലൈക്ക് ഒരു റിയൽ ആണോ അല്ലയോ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ബ്യൂട്ടി നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും.
പ്രകൃതി ഒരുക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല എന്ന് പറയാറില്ലേ, അതുപോലൊരു കാഴ്ചയായിരുന്നു മീശപ്പുലിമലയിൽ മഞ്ഞു കൂടിക്കിടക്കുന്ന ഈ ഒരു കാഴ്ച. എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ദാറ്റ് മച്ച് ഓഫ് ബ്യൂട്ടി ഇറ്റ് വാസ് ഹോൾഡ്സ്. അപ്പോൾ ആദ്യത്തെ സൺറൈസ് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 6 മലയും കൂടെ കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീശപ്പുലിമലയുടെ മുകളിലെത്താൻ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകൾ പുൽമേടി കൂടെയാണ്. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഒരു ട്രക്ക് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം ഒരു ബേസിക് ഫിറ്റ്നസ് നമുക്ക് വേണം കേട്ടോ. ഈ കാണുന്നത് ആളുകൾ ഇറങ്ങി വരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മല കയറുക, ദെൻ ഇറങ്ങുക, ദെൻ അടുത്തത് കയറുക, ഇറങ്ങുക, ഈ ഒരു രീതിയിലാണ് മീശപ്പുലിമലയുടെ ട്രക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തത്തിൽ. എന്നാൽ നമുക്ക് ആസ്വദിക്കാനും കോടയും മഞ്ഞും ഒക്കെ അനുഭവിക്കാനും പറ്റുന്നൊരു സമയം കൂടെ ആയിരുന്നു അത്. താങ്ക്സ് ടു ദ ഓൾമൈറ്റി ആൻഡ് ദ നേച്ചർ, അത്രയും നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ലിപ്പറി അല്ല നമ്മൾ പോകുന്ന വഴി, പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം ഒരു നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ട്രീംസ് ഉണ്ട്, നമുക്ക് സ്ട്രീംസ് ക്രോസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിലിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു പാക്കേജ് എടുത്ത് വന്നാലും അതല്ല ഇൻഡിവിജ്വലായിട്ട് വന്നു കഴിഞ്ഞാലും ദേ വിൽ അക്കമ്പനി യു ടിൽ ദ ടോപ്പ്. നമ്മളിപ്പോൾ അവസാനത്തെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൂടെ കയറി നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീശപ്പുലിമലയുടെ മുകളിലെത്തും. സോ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫൈനൽ സ്ട്രെച്ചാണ്. ഈ കയറി മുകളിൽ ചെല്ലുന്നതാണ് നമ്മൾ ഒരുപാടായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീശപ്പുലിമലയുടെ ടോപ്പ്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ വ്യൂ ആയിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ലപോലെ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നൗ യു ജസ്റ്റ് സീ ദ ബ്യൂട്ടി ബൈ യുവർ സെൽഫ്. നമ്മൾ ഫൈനലി മീശപ്പുലിമലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു 7 മലകൾ കയറിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലെത്തിയിട്ടുള്ളത്. ഒരു ഈസി ടു മോഡറേറ്റ് ട്രയലായിരുന്നു, പക്ഷേ നമ്മൾ വന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ഞാൻ കുറേ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലൗഡ് ബെഡും കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വന്ന് ചെയ്തു പോകാൻ പറ്റുന്നൊരു ട്രയലാണ്. ആൻഡ് വർത്തിറ്റ് എന്ന് പറയാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇത് ബോർഡറിലാണ് വരുന്നത്. നിങ്ങൾക്ക് ബോർഡർ പോയിന്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കേരള തമിഴ്നാട് ബോർഡറിലാണ് വരുന്നത്. ഇവരൊക്കെ നമ്മുടെ കൂടെ ടീമിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഹായ് പറ. എവിടുന്നാ? ട്രിവാൻഡ്രം കോവളത്തുനിന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സപ്പോർട്ട് ചെയ്യണം. ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് യാത്രയ്ക്ക് ഉഷാറ് തന്നത്. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ഒറ്റയ്ക്കാണ് വരികയാണ്. വീഡിയോ 1 മില്യൺ അടിക്കണം. യൂട്യൂബർ ഭാവിയിലെ യൂട്യൂബർ വീണ്ടും. ഹായ് ഗൈസ്, പാവാണ്. ഫ്രീ പ്രൊമോഷൻ ആണ് ഗൈസ്. വന്നപ്പോ പാത്തുത്താത്തനെ കണ്ടപ്പോ നമ്മൾ ആദ്യം വിചാരിച്ച പാത്തുത്താത്ത, പക്ഷെ അങ്ങനത്തെ ആളല്ല പാത്തുത്താത്ത. വൈബാണ്.
പാത്തുതാത്ത ട്രിപ്പില് ഇന്നലെ തന്നെ എന്തൊക്കെ കാണിച്ചു എന്തോ ബിസ്ക്കറ്റ് ഇട്ടാൻ വേണ്ടി എനിക്ക് വേണ്ട മധുരമാണ് ഞാൻ തിന്നൂല. പക്ഷെ വീട്ടില് ഒരു പാന ചെരുവത്തിട്ട് പഞ്ചായത്തിട്ട് കലക്കി തിന്ന ആളാണ്. കേട്ടല്ലോ ഗൈസ്, ഇതാണ് പിള്ളേരുടെ വൈബ്. നൈസ് വൈബുള്ള പിള്ളേരാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് വന്നവരാണ്. സോ യാ ഗൈസ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. അത് അട്ട കടിച്ചതാണ്. ഇത് ബാഡ് ബ്ലഡ് ആണ് ഈ പോയേക്കുന്ന ആളുടെ കാലിൽ നിന്ന്. അട്ട കുറച്ച് അട്ടയൊക്കെ കടിച്ചാൽ എന്താ മക്കളെ, ഇതുമാതിരി ഒരു ഫീല്, ഇജ്ജാതി ഒരു വൈബ് നമുക്ക് വീട്ടിലിരുന്നാൽ കിട്ടോ? കിട്ടില്ല. ആ രീതിയിലുള്ളൊരു ബ്യൂട്ടിയാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മച്ച് ഓഫ് ബ്യൂട്ടി ആൻഡ് പീസ്. ദേ നമുക്ക് മീശപ്പുലിമലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷൻ എവിടെ നിന്നാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സൂര്യനെല്ലി കാണാൻ പറ്റും. അങ്ങനെ ക്ലിയർ വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പോലെ ബാക്കി വ്യൂസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെതറും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും ട്രെയിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിലാണ്. കോടയും മഞ്ഞും പച്ചപ്പും ഒക്കെ മിക്സ് ആയിട്ട് നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും മീശപ്പുലിമല. എസ്പെഷ്യലി അവിടെ ക്ലൗഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല സാറേ, ഉഷാറാണ്. കൂടെ വന്ന കുറച്ച് പേരുടെ കമൻസ്. എക്സ്പീരിയൻസ് അടിപൊളി. ഫസ്റ്റ് ടൈം അല്ല, മീശപ്പുലിമലയിൽ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെയല്ല, ഞാൻ ട്രക്കിങ് ഇതെൻ്റെ 3ാമത്തെ ട്രക്കിംഗ് ആണ്. അപ്പോൾ മീശപ്പുലിമലയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ നമുക്ക് പറയുന്നതിനേക്കാളും ഉപരി ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ നല്ലതാണ്. സ്ഥലങ്ങൾ ഇവിടെ സൂര്യനെല്ലിൻ്റെ വ്യൂ പോയിന്റ് കാണാം. അതുപോലെ തന്നെ കുടക്കുമല, പിന്നെ ടോപ്പ് സ്റ്റേഷൻ. ഒരു ബോർഡറാണ് വരുന്നത്, തമിഴ്നാട് കേരള ബോർഡർ. ദൂരതയിൽ നമുക്ക് കമ്പന്തേനി ഇത് വ്യൂ പോയിന്റ് കാണാം. വന്നത് മുതലായി. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റൂലേ? എൻ്റെ ഈ മീശപ്പുലിമല യാത്ര ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആക്കിയത് ഒരു കൂട്ടം അടിപൊളി മനുഷ്യരായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഫൺ മൊമെന്റ്സും കൂടെ കാണിക്കാണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ആ വൈബ് എന്താണ് നിങ്ങൾക്കറിയോ? നോക്കിയേ. അൻപോട് കാതലൻ നാനെഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ, ഞാൻ എന്തും സൗഖ്യമേ. എണ്ണി പാക്കയിൽ കൊട്ടത് കൺമണി അൻപോട് കാതലൻ നാനെഴുതും സ്വതമേ. അങ്ങനെ കുറേ നേരം മഞ്ഞും കോടയും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളത് പതിയെ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. എനിക്ക് അവിടുന്ന് തിരിച്ചു പോരാൻ ഒട്ടും മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും പറയാറില്ലേ, ഓരോ യാത്രകളും അവസാനിച്ചാലേ പുതിയ യാത്രകൾക്ക് വേണ്ടിയുള്ള വഴി ഒരുങ്ങുള്ളൂ എന്ന്. ആ ഒരു വിശ്വാസം മനസ്സിലിട്ടിട്ടാണ് തിരിച്ചിറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ മീശപ്പുലിമലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് സെയിം വഴി കൂടെ അല്ല. അപ്പോൾ തിരിച്ചുള്ള യാത്രയും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതായിരുന്നു. വീണ്ടും വീണ്ടും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് പരിചയപ്പെട്ട മനുഷ്യരും അവരുടെ കൂട്ടും അതിനോടൊപ്പമുള്ള
ഒറ്റയ്ക്കുള്ള യാത്രകളും എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നത് പോലെ തന്നെ മനോഹരമായിട്ട് തോന്നാറുണ്ട്. കാരണം ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രയിലും പരിചയപ്പെടുന്ന മനുഷ്യരും അതിലേറെ മികച്ച അനുഭവങ്ങളായി മാറാറുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഇപ്പം ഈ ക്യാമറ പിടിക്കുന്ന ആളും അതുപോലെ പ്രിയപ്പെട്ടതായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന വഴിയും ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ സക്സസ്ഫുള്ളി മീശപ്പുലി മലയൊക്കെ കണ്ട് കോടയും മഞ്ഞും അതുപോലെ ക്ലൗഡ് ബെഡും നല്ല സൺറൈസും ഒക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങാണ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഞാനൊരു ബ്രേക്കിന് ശേഷം കയറിയൊരു ട്രയലായിരുന്നു. ആൻഡ് എനിക്കത് കംപ്ലീറ്റ്ലി വർത്തായിട്ട് തോന്നി. യു ക്യാൻ സീ ദ വെദർ റൈറ്റ് നോ. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ കോടയാണ്, മഞ്ഞുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഗ്രീനറി ഉണ്ട് ഇപ്പോൾ കറൻറ്റ് വെദറിൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ മസ്റ്റായിട്ടും വരാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു 10 ട്രക്സ് നമ്മൾ കേരളത്തിൽ പറയാന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പ് 1 തന്നെയാണ് മീശപ്പുലിമല. ഹയസ്റ്റ് പീക്കാണ്, നിങ്ങൾക്കറിയാം. സോ മാക്സിമം എല്ലാവരും വന്നിട്ട് കാണുക, എൻജോയ് ചെയ്യുക, ട്രെക്ക് ചെയ്യുക. നമ്മുടെ മനസ്സിന് മാത്രമല്ല ബോഡിക്കും അത് ആവശ്യമാണ്. സോ ഡു ട്രെക്ക്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ട്രെക്കിംഗ് പോയിൻ്റ് യാത്രയുടെ ഒക്കെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അങ്ങനെ 2 ദിവസം കൊണ്ട് ഒരുപാട് ഓർമ്മകളും ഓർത്തു വയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒക്കെ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു മീശപ്പുലിമല. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഓർമ്മകളും മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങാണ്. വീണ്ടും ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ എല്ലാവരെയും വന്ന് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.